നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രഭിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോനാജറിയും ചേരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് സിബിഐയുടെ സമൻസ്. അനധികൃത ഖനന കേസിലാണ് സമൻസ്. നാളെ സിബിഐക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് സിബിഐ ഇപ്പോൾ സമൻസ് നൽകിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ എന്തൊക്കെ? പ്രവിധ പ്രതിപക്ഷ നേതൃനിരയിലുള്ള നിരവധി നേതാക്കൾക്ക് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഒപ്പം തന്നെ ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് അടക്കമുള്ള നിരവധി നേതാക്കൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നുണ്ട്. അതിനൊപ്പമാണ് ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവിന് എതിരെയും ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം എത്തിയിരിക്കുന്നത്. CBI ആണ് അഖിലേഷ് യാദവിന് സമൻസ് അയച്ചിരിക്കുന്നത്. നാളെ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് സമൻസ്. ഉത്തർപ്രദേശിലെ 7 ജില്ലകളിലുണ്ടായ അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ സമൻസ് അയച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ CBI ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലെ കൗസംബി, ഫത്തേപൂർ, ദേവ്രിയ, ഷഹരൻപൂർ, ഹാമിർപൂർ, സിദ്ധാർത്ഥ് നഗർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഉണ്ടായ ഖനനം, അതായത് 2012 മുതൽ 16 വരെയുള്ള കാലയളവിലുണ്ടായ അനധികൃത ഖനനത്തിന് അനുമതി നൽകിയതും അതിലൂടെ ഈ ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ചട്ടങ്ങളെ പോലും അട്ടിമറിക്കപ്പെട്ടതായും CBI കണ്ടെത്തിയിരുന്നു. ഇതിൽ 2012 മുതൽ 2013 ജൂൺ വരെ ഖനന വകുപ്പിന്റെ ചുമതല അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായിരിക്കെ വഹിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ നടന്ന അനധികൃത ഖനന അനുമതികളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് CRPC സെക്ഷൻ 160 അനുസരിച്ച് സാക്ഷിയായി അദ്ദേഹത്തിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. തുടരന്വേഷണത്തിൽ മാത്രമായിരിക്കും അദ്ദേഹത്തെ പ്രതി ചേർക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ട് SP വൃത്തങ്ങൾ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ തുടർച്ചയായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം ഗുരുതരമായി തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്നതിന് ഇടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അഖിലേഷ് യാദവിന് എതിരെ കൂടി ഒരു അന്വേഷണം വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതികരണവും അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവിധ. ശരി ബൽറാം, എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലെന്ന ആക്ഷേപം ഉയർന്നു വരികയാണ്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് CBIയുടെ സമൻസ്. 5 വർഷം മുൻപെടുത്ത കേസിലാണ് സമൻസ് നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയിൽ 6 പേർ കസ്റ്റഡിയിൽ. സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. 6 പേരുടെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചത് SFIയുടെ പരസ്യ വിചാരണയെന്ന് പോലീസ്. ഹോസ്റ്റലിൽ സീനിയർ വിദ്യാർത്ഥികളുടെ വിചാരണ പതിവെന്ന് പ്രതികളുടെ മൊഴി. പരാതികൾ അവിടെ തന്നെ തീർപ്പാക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുമെന്ന് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികൾ മൊഴി നൽകി. കേസിൽ 20-ലധികം പ്രതികൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ, അങ്ങനെ പ്രതിപട്ടിക ഇനിയും നീളാനുള്ള സാഹചര്യമാണല്ലോ ഉള്ളത്. ഈ ഒളിവിൽ കഴിയുന്നവരെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? പ്രവിധ, പ്രതിപട്ടിക ഇനിയും കൂടുതൽ പേരിലേക്ക് നീളും എന്നതിൻ്റെ സാധ്യതകളാണ് ഇപ്പോൾ പോലീസ് തുറന്നിരുന്നത്. അതുമാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ 6 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വന്നിരുന്നത്. അവരുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നു എന്നതാണ്. SFIയുടെ പരസ്യ വിചാരണ ഈ ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റലിൽ നടക്കുന്നുണ്ട്. അതാണ് ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും നടന്നത്. 20-ലധികം പ്രതികളുണ്ടാവുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് SFIയുടെ ഒരു കോടതിയാണ്. ഈ ഹോസ്റ്റൽ എന്ന തരത്തിലാണ് ഈ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ഇത് പതിവാണ്. ആരെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ പരസ്യമായി ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് വിചാരണ ചെയ്യുകയും അവിടെ തന്നെ ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് SFIയുടെ കോളേജ് യൂണിയൻ പ്രസിഡന്റും യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ. അവർ ഈ കേസിലെ പ്രതികളുമാണ്. അവർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ശിക്ഷ വിധിക്കുകയും പരസ്യ വിചാരണയ്ക്ക് തുടക്കമിടുകയും ചെയ്യുക. ഇതുതന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ കേസിലും സംഭവിച്ചത്. മാത്രമല്ല, ഇത് കോളേജ് അധികൃതരിലേക്ക് പരാതി എത്തുന്നതും അതുപോലെ തന്നെ പോലീസിലേക്ക് പരാതി എത്തുന്നതും SFI നേതാക്കൾ തന്നെ തടയുന്നതും ഒരു പതിവാണെന്നും ഈ പ്രതികൾ, അതായത് ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താനിരിക്കുന്ന 6 പ്രതികൾ പോലീസിനെ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ 6 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് USP അറിയിച്ചു. മാത്രമല്ല, കൂടുതൽ പ്രതികളിലേക്ക് ഈ കേസന്വേഷണം നീളുന്നു എന്നതിൻ്റെ സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. 20-ലധികം പ്രതികൾ ഈ കേസിൽ ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. പ്രവിധ.
ശരി, അതാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയിൽ 6 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. 12 പേർ നിലവിൽ ഒളിവിലാണ്. പ്രതിപട്ടിക ഇനിയും നീളാനാണ് സാധ്യതയെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീ അണച്ചു. 4 ദിവസമായി മാലിന്യ കൂമ്പാരം പുകയുകയായിരുന്നു. പുകയണയ്ക്കാൻ 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ 24 മണിക്കൂറും പ്ലാന്റിൽ തുടർന്നിരുന്നു. ഇതിനിടെയാണ് തീ ഇന്ന് പടർന്നത്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. എബിൻ, കൃത്യമായി പറയുകയാണെങ്കിൽ ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് കഴിഞ്ഞ വർഷം ബ്രഹ്മപുരം പ്ലാന്റിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായത്. അതിന്റെ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ നാട്ടുകാർക്ക് മാറിയിട്ടുണ്ടാവില്ല. അതിന് ഇതുപോലൊരു തീപിടുത്തം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രവിധ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ ഈ മാലിന്യ കൂമ്പാരത്തിന് പുകയുന്നുണ്ടായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ അണച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരു ആശങ്ക നിൽക്കുന്നത് നമുക്കറിയാം, വരും ദിവസങ്ങളിലെല്ലാം തന്നെ ചൂട് കൂടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മാലിന്യം ഇതേപോലെ തന്നെ തരംതിരിക്കാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശങ്ക കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വീണ്ടും തീപിടുത്തം ഉണ്ടാകുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സൂചന ഇന്ന് ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള വലിയ തോതിലൊരു പുകയൊന്നും ഈ തീപിടുത്തത്തിൽ ഉണ്ടായിട്ടില്ല. അതിനു മുന്നേ തന്നെ അഗ്നിശമന സേന ഇടപെട്ട് ആ തീ അണയ്ക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ നിലവിൽ കൂട്ടിയിരിക്കുന്ന മാലിന്യങ്ങൾ ഇളക്കി മാറ്റുന്നതാണ് ഇപ്പോൾ പണികളായി നടക്കുന്നത്. അതോടൊപ്പം തന്നെ അഗ്നിശമന സേന ഇവിടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ വീണ്ടും തീപിടുത്തത്തിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനെ അണയ്ക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കരുതിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഉദ്യോഗസ്ഥരിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം ഈ സമയത്ത് തന്നെയാണ് ചൂട് കൂടിയപ്പോൾ തീപിടുത്തം ഉണ്ടായത്. അന്നുണ്ടായ ദുരിതമെല്ലാം തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും സമാനമായി തന്നെ രീതിയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. പ്രവിധ. ശരി, എബിൻ ജോസ് ആണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മാലിന്യ പ്ലാന്റിൽ ഉണ്ടായ തീ ഇപ്പോൾ അണച്ചിട്ടുണ്ട്. 4 ദിവസമായി മാലിന്യ കൂമ്പാരം പുകയുകയായിരുന്നു. നിലവിൽ ആശങ്കയ്ക്ക് സാഹചര്യമില്ല. എന്നാൽ ചൂട് കൂടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വേണ്ട മുൻകരുതൽ എടുക്കേണ്ടിയിരിക്കുന്നു. വന്യമൃഗശല്യം നേരിടുന്നതിൽ അധികാരികൾ കാണിക്കുന്ന നിസ്സംഗത ഭയപ്പെടുത്തുന്നുവെന്ന് ഇടുക്കി രൂപത വൈദിക സമിതിയുടെ പ്രമേയം. സ്വാർത്ഥലാഭത്തിനു വേണ്ടി മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനമാണെന്നും പ്രമേയത്തിൽ വിമർശിക്കുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, സമാനമായ രീതിയിൽ സർക്കാരിനെതിരെ വലിയ വിമർശനം താമരശ്ശേരി അതിരൂപതയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇപ്പോൾ എന്താണ് ഈ വൈദിക സമൂഹത്തിന്റെ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രവിധ, ഇടുക്കിയിലെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴായിട്ട് കൃത്യമായ നിലപാട് ഇടുക്കി രൂപത അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തായാലും സമാനമായ രീതിയിൽ മൂന്നാറിലെ വന്യജീവി ആക്രമണം, കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, ഇതിന് പിന്നാലെ എന്തായാലും വൈദിക സമിതി ഒരു പ്രമേയം ഇറക്കിയിരിക്കുകയാണ്. അതിൽ കൃത്യമായും പറയുന്നുണ്ട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന നിസ്സംഗത, അതായത് വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടി ഈ അധികൃതർ കാണിക്കുന്ന നിസ്സംഗത അത് ആശങ്കപ്പെടുത്തുന്നതാണ്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതായിരുന്നു. അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനമാണെന്നുള്ള വലിയ വിമർശനവും ഈ പ്രമേയത്തിലൂടെ പറയുന്നുണ്ട്. കാരണം ഡീൻ കുര്യാക്കോസ് എം പി, ഇടുക്കിയുടെ എം പി, മൂന്നാറിൽ അക്രമകാരികളായിട്ടുള്ള കാട്ടാനകളെ പിടിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം ഇരിക്കുകയാണ്. പക്ഷേ അതിനോട് വലിയ തരത്തിലുള്ള ഒരു എതിർപ്പ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ വരുന്ന ഈ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഈ ഒരു പ്രമേയത്തിലെ ഈ പ്രസ്താവന ഡീനിന് ഗുണകരമാവുകയും അതുപോലെ തന്നെ LDF-നെ വെട്ടിലാക്കുകയും ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ വന്യജീവി ആക്രമണത്തിൽ, മൂന്നാറിലെ വന്യജീവി ആക്രമണത്തിൽ കൃത്യമായ നിലപാട് ഇടുക്കി രൂപത വൈദിക സമിതി അവതരിപ്പിച്ചിരിക്കുകയാണ്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ചാവക്കാട് കടപ്പുറത്ത് വഞ്ചികൾക്ക് തീപിടിച്ചു. ഒരു വള്ളവും വലയും പൂർണ്ണമായും കത്തിനശിച്ചു. മറ്റു വള്ളങ്ങൾക്ക് കേടുപാടുണ്ട്. ഗുരുവായൂർ ഫയർഫോഴ്സ്, കോസ്റ്റൽ പോലീസ് സംഘങ്ങളെത്തിയാണ് തീ അണച്ചത്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, എത്രത്തോളം വലിയ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്? ഒപ്പം തന്നെ ഈ തീപിടുത്തത്തിന് കാരണം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്?
ഇന്ന് ഉച്ചയ്ക്കാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാവുന്നത്. 2:30യോടുകൂടി കരയ്ക്ക് കയറ്റി വെച്ചിരുന്ന വഞ്ചിക്ക് തീപിടിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന വലക്ക് ഉൾപ്പെടെ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉച്ച സമയം കൂടി ആയതിനാൽ പെട്ടെന്ന് തീ ആളിക്കത്തുകയായിരുന്നു. സമീപത്തുൾപ്പെടെ ഈ കരയിൽ കയറ്റി വെച്ച വഞ്ചികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അടിയന്തരമായ ഒരു ഇടപെടൽ അതാണ് ഈ അപകടം വലിയ വ്യാപ്തിയിലേക്ക് പോകാതിരിക്കാൻ കാരണമായതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ട്രാക്ടർ ഉപയോഗിച്ച് സമീപത്തുണ്ടായിരുന്ന വള്ളങ്ങളെല്ലാം തന്നെ ഉടൻ ഈ വലിച്ചു മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വള്ളങ്ങളിലേക്ക് തീ പടർന്നില്ല. എന്നാൽ പോലും ഈ വള്ളങ്ങൾക്കെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ ഗുരുവായൂർ ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തീ വലിയ രീതിയിൽ ആളിക്കത്താത്ത രീതിയിൽ ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. പ്രവിധ. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പത്തനംതിട്ട കലഞ്ഞൂരിൽ പശുവിനെ പുലി ആക്രമിച്ചു. കലഞ്ഞൂർ പാടം തട്ടാക്കുടി ഭാഗത്ത് ജനവാസ മേഖലയിലാണ് ആക്രമണം. വൈകിട്ട് 4:30യോടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഞെട്ടിക്കുന്ന സംഭവമാണ്, എന്താണ് വിവരങ്ങൾ? 2 ആഴ്ച മുമ്പ് സമാനമായ രീതിയിൽ അവിടെ ഒരു വളർത്തുനായയെ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശേഷം ഇപ്പോഴാണ് വീണ്ടും വൈകിട്ട് 4:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ തട്ടാക്കുടി മേഖലയിൽ നിന്ന് തന്നെ സമാനമായ രീതിയിലുള്ള വാർത്ത പുറത്തു വരുന്നത്. ഈ പശുവിന് കഴുത്തിനും അതുപോലെ തന്നെ കാലിനും ഒക്കെ തന്നെ കാര്യമായ രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. അത് പുലി കടിച്ചതാണ്, പുലിയെ കണ്ടു എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. തട്ടാക്കുടിയിലെ മറിയാമ്മ എന്ന ഒരാളുടെ പശുവിനെയാണ് റബ്ബർ തോട്ടത്തിന് സമീപം ആയിരുന്നു അത് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് ആക്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും വനം വകുപ്പിന് വിവരം അറിയിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഈ മേഖലയിൽ ഒരു കൂടൊക്കെ സ്ഥാപിച്ച് പുലിയെ പിടിക്കുന്നതിനായുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ ആ കൂട് ഇത്ര ദിവസമായിട്ടും പുലി ആ മേഖലയിലൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. ആ 2 ആഴ്ച കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ സംഭവം കൂടി ആകുമ്പോൾ നാട്ടുകാർ ആകെ ഭയത്തിലാണ്. എന്തായാലും അടിയന്തര ഇടപെടൽ വേണം, കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ വേണം. വനം വകുപ്പിന്റെ ഹെഡ് പോസ്റ്റ് അടക്കം ഈ മേഖലയിൽ സ്ഥാപിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ വനപാലകർ ഈ മേഖലയിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും നാട്ടുകാർ ഇപ്പോൾ വലിയ ഭയത്തിലാണ്. പശുവിനെ ഇപ്പോൾ വെറ്റിനറി സർജൻമാർ പരിശോധിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, പത്തനംതിട്ട കലഞ്ഞൂരിൽ നിന്നാണ് വാർത്ത വരുന്നത്. പശുവിനെ പുലി ആക്രമിച്ചുവെന്നാണ് പരാതി. കലഞ്ഞൂർ പാടം തട്ടാക്കുടി ഭാഗത്ത് ജനവാസ മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിൽ നിയമ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. ജെയ്സൺ ജോസഫിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അക്കാഡമിക് കോർഡിനേറ്ററെ ഇന്ന് രാവിലെ പൂട്ടിയിട്ടിരുന്നു. നടപടിയെടുത്തതോടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അവസാനിപ്പിച്ചു. പിന്നെ കുട്ടികൾ ആവശ്യപ്പെട്ടതുപോലെ ഡിസ്മിസ് ചെയ്യാന്നുള്ള തീരുമാനം എടുത്തു. ഇല്ല, ഇപ്പോൾ കോളേജ് വരുന്നില്ലല്ലോ. അതെ, വിദ്യാർത്ഥി. ഇത് 3-ാം വർഷം. അപ്പോൾ അതിപ്പോൾ അറിയിക്കുമായിരിക്കാം. കാര്യം ഞാൻ അതിൻ്റെ മാനേജ്മെൻറ്റ് ഫോർമാലിറ്റി അനുസരിച്ച് ചെയ്യും. അതിൻ്റെ പേപ്പറൊക്കെ ഉണ്ട്, അത് പ്രിൻസിപ്പൽ തയ്യാറാക്കുന്നുണ്ട്. അതേസമയം തനിക്കെതിരെ നടന്നത് മൗണ്ട് സിയോൺ മാനേജ്മെന്റ് യൂത്ത് കോൺഗ്രസ് ഗൂഢാലോചനയെന്ന് ജെയ്സൺ ജോസഫ് പറഞ്ഞു. താൻ കോളേജ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ തെളിവാണെന്നും ജെയ്സൺ ജോസഫ് 24നോട് പറഞ്ഞു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ ജെയ്സൺ ജോസഫ് പറയുന്നതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണോ ഉള്ളത്? അന്വേഷണത്തിന് ശേഷമാണോ ഇയാളെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്? എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ? പോലീസും അതുപോലെ തന്നെ കോളേജിലെ മുൻ പ്രിൻസിപ്പളും പറയുന്നത് ജെയ്സൺ ജോസഫ് പറയുന്നതിനെ സാധൂകരിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ്. പക്ഷെ ജെയ്സന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. അതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടിയിരുന്ന ജെയ്സന് മുൻ കേസുകളുണ്ട് എന്നാണ്. ജെയ്സൺ ഇതിനെ പൂർണ്ണമായി തള്ളുകയാണ്. അല്പസമയം മുൻപ് ജെയ്സൺ നമ്മോട് സംസാരിക്കുമ്പോൾ ജെയ്സൺ പറഞ്ഞു വെച്ചത് ഇത് പൂർണ്ണമായും രാഷ്ട്രീയപരമായ കേസുകളാണ്. അത് സീതത്തോട് ബാങ്കുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട സംഘർഷവും അതുപോലെ തന്നെ റാന്നിയിലെ ഒരു സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷവും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ ആ കേസുകളായി വന്നത്. അതെല്ലാം തന്നെ കണക്കിലെടുത്താണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. അത് ഈ കേസിൽ താൻ മുൻകൂർ ജാമ്യ ഹർജിയുമായി പോയി സുപ്രീം കോടതിയിൽ എന്ന വാദവും ജെയ്സൺ പൂർണ്ണമായി തള്ളുകയാണ്. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ, അതായത് ഈ വിധിയെ മറികടക്കാൻ ആവശ്യമായ സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ് താൻ സുപ്രീം കോടതിയിൽ നൽകിയത്. അത് ഡിസ്മിസ് ചെയ്തത്, അത് തള്ളിയത് ഇവിടെ തന്നെ, അതായത് ഹൈക്കോടതിയിൽ തന്നെ അത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് തള്ളിയത്. അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലേക്ക് വീണ്ടും നീങ്ങുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹർജി അവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി അതിനു മുൻപ് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ട ആവശ്യം പോലീസിനില്ല. അതുകൊണ്ടാണ് തന്നെ ആരും തന്നെ സംരക്ഷിക്കുന്നില്ല, പോലീസ് ഈ വിഷയത്തിൽ ഒത്തുകളിക്കുന്നില്ല. ഇതാണ് ജെയ്സന്റെ വാദം. എന്തായാലും ജെയ്സനെ ഇപ്പോൾ കോളേജ് പുറത്താക്കിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്
ഇത്തരത്തിൽ ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടു, ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ജെയ്സണെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനെതിരെയും ജെയ്സൺ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസ് ഇന്ന് രാവിലെ നടത്തിയ സമരം വലിയ തോതിൽ അക്രമാസക്തമാകുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. കോളേജിലെ ഉപകരണങ്ങളടക്കം അടിച്ചു തകർത്തതിനു ശേഷമാണ് കോളേജ് മാനേജ്മെന്റ് ജെയ്സനെ പുറത്താക്കാൻ തയ്യാറായത്. എന്നാലും ഈ വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ജെയ്സന്റെ തീരുമാനം. ജെയ്സനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ശക്തമായ സമരം പുറത്തും തുടരുമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ അറിയിച്ചു കഴിഞ്ഞു. പ്രവിധ. ശരി ശ്രീജിത്ത്, താൻ കോളേജ് വിദ്യാർത്ഥിനെ മർദ്ദിച്ചിട്ടില്ല എന്നാണ് ജെയ്സൺ ജോസഫ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ തെളിവാണെന്നും ജെയ്സൺ 24നോട് പറഞ്ഞു. ജെയ്സന്റെ വാക്കുകളിലേക്ക്. നിയമപരമായി മുൻപോട്ട് പോകുന്ന വെച്ചാൽ ഇത് മാനേജ്മെന്റിന്റെയും ഈ മുൻ പ്രിൻസിപ്പാളിന്റെയും ഈ അധ്യാപകരുടെയും ഈ രശ്മി എന്ന അധ്യാപകരുടെയും നിളയുടെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ട്രഷറർ ചെയർമാനായിട്ടുള്ള കോളേജാണ് ഈ മൗണ്ട് സിയോൺ ലോ കോളേജ് എന്ന് പറയുന്നത്. അത് UDFന്റെ ഭാഗമാണ്. അപ്പം ഈ മുൻ പ്രിൻസിപ്പൽ KJ രാജൻ സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്. അപ്പം ഈ കോൺഗ്രസിന്റെയും ഈ പറയുന്ന മാനേജ്മെന്റിന്റെയും ഈ പ്രിൻസിപ്പാളിന്റെയും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരിയായ പെൺകുട്ടിയുടെയും രാഷ്ട്രീയപരമായ വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായി കെട്ടിച്ചമച്ച കേസ് മാത്രമാണ്. അല്ല, ഇതിലൊരു വസ്തുതയില്ല. മറ്റൊരു വാർത്തയിലേക്ക്. KSIDCക്കെതിരായ SFIO അന്വേഷണം വ്യവസായ വകുപ്പ് സ്വാഗതം ചെയ്യാത്തത് സംരംഭക താൽപര്യം മുൻനിർത്തിയെന്ന് മന്ത്രി P. രാജീവ്. അന്വേഷണം നേരിടുന്ന സ്ഥാപനമെന്ന് കേട്ടാൽ ബാങ്കുകൾ വായ്പ നൽകില്ല. കേരളത്തിൽ പിന്നെ വ്യവസായം ആര് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി ചോദിച്ചു. ഏതു രേഖയും നൽകാൻ KSIDC തയ്യാറാണെന്നും P. രാജീവ് വ്യക്തമാക്കി. ഒരു അന്വേഷണം വന്നപ്പോൾ ചിലർ പത്രക്കാരൊക്കെ ചോദിക്കുകയും നിങ്ങൾ എന്തിനാ ഭയപ്പെടണം, നിങ്ങൾ അന്വേഷണം സ്വാഗതം ചെയ്തൂടെ? കുഴപ്പമൊന്നുമില്ല, സ്വാഗതം ചെയ്യാം. പക്ഷെ SFIO അന്വേഷണം നടക്കുന്നൊരു സ്ഥാപനം എന്ന് കേട്ടാൽ ബാങ്കുകാരൊന്നും മടിക്കും. 200ഓളം വരുന്ന സ്ഥാപനങ്ങൾ KSIDC ആണ്. 3-4 കൊല്ലം മുന്ന് ബാങ്കുകാരെ തമ്പിട്ടാൽ KSIDCക്ക് ഒരാളെ സഹായിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 200 കോടി വായ്പ കിട്ടിയത് ഹോൾഡ് ചെയ്തേക്ക് ഒരു ബാങ്ക്. നമ്മൾ എങ്ങനെ കൊടുക്കും എന്ന് വെച്ചാൽ കേരളത്തിൽ പിന്നെ ആര് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകും? ഇപ്പോ ആസൂത്രിതമായി ഇതിനെ തകർക്കാൻ 2022-23 വർഷത്തെ സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കർണാടക സംഗീതത്തിൽ ബോംബെ ജയശ്രീക്ക് പുരസ്കാരം. ചെണ്ട വിഭാഗത്തിൽ PK കുഞ്ഞിരാമനും, കഥകളി വിഭാഗത്തിൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും മാർഗി വിജയകുമാറിനും പുരസ്കാരം നേടി. മോഹിനിയാട്ടത്തിൽ കലാവിജയൻ പുരസ്കാരം നേടി. R. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, പുരസ്കാര ജേതാക്കൾ ആരൊക്കെ? പ്രവിധ 2022-23 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ കർണാടക സംഗീതത്തിൽ ബോംബെ ജയശ്രീ പുരസ്കാരത്തിന് അർഹയായി. കുഞ്ഞിരാമൻ, കഥകളി വിഭാഗത്തിൽ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം, അതുപോലെ തന്നെ മാർഗി വിജയകുമാർ എന്നിവരും പുരസ്കാരത്തിന് അർഹരായി. മോഹിനിയാട്ടത്തിൽ കലാവിജയനാണ് പുരസ്കാരം. കൂടിയാട്ടം മാർഗി മധു ചാക്യാറിന് പുരസ്കാരം ലഭിച്ചു. തോൽപ്പാവക്കൂത്ത് K. വിശ്വനാഥ പുലവർ, അതുപോലെ തന്നെ മോഹിനിയാട്ടത്തിൽ പല്ലവി കൃഷ്ണനും പുരസ്കാരം ലഭിച്ചു. സമഗ്ര സംഭാവനയിൽ G. വേണുവിന് പുരസ്കാരമുണ്ട്. 2022 ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം മോഹിനിയാട്ടത്തിന് അക്ഷര M. ദാസിനാണ് ലഭിച്ചത്. അതേ വിഭാഗത്തിൽ നങ്ങ്യാർകൂത്തിന് അപർണ നങ്ങ്യാറിനാണ് പുരസ്കാരത്തിന് അർഹയായത്. 2023 ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം കഥകളിക്ക് കലാമണ്ഡലം ബിബിനാണ് ലഭിച്ചിരിക്കുന്നത്. അതേ വിഭാഗത്തിൽ മോഹിനിയാട്ടം വിദ്യാമോൾ പ്രദീപിനും ലഭിച്ചു. 2022-23 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. R. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി